വലിയ പള്ളികൾ ഇടവകയാണെങ്കിൽ രാവിലെ തന്നെ 2-3 മാസ് എന്നാ അവർ പറയുന്നത്, മാസം കുർബാന കാണും, സായങ്കാലത്തും കാണും. ആഴ്ചയുടെ എല്ലാ ദിവസങ്ങളിലും അവർക്ക് ഇടവകകളിൽ കാണും. അല്ല ഞായറാഴ്ച മാത്രം. നമ്മൾ പറഞ്ഞാൽ അവർക്ക് ഒന്നും അറിയത്തില്ല. അവർ ചിലപ്പോൾ നമ്മളെക്കാളും ഭക്തരായിരിക്കും. ചില രീതികൾക്കും ആചാരങ്ങൾക്കും ഒക്കെ വ്യത്യാസം ഉണ്ടാകുന്നതാണ്. അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലത് നോക്കി പഠിക്കാനും നമ്മളെ സമൃദ്ധിയായി വളർത്തി എടുത്ത് ഏറ്റവും നല്ല ഒരു സഭ ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ച് എല്ലാ രീതിയിലും അതിന് നമ്മൾ തയ്യാറാക്കണം. ഞാൻ ഈ പ്രദേശത്ത് പല പ്രാവശ്യം വന്നിട്ടുണ്ട്. അപ്പം ഈ തിരുവനന്തപുരത്ത് വരിക എന്ന് പറയുന്നത് എനിക്കൊരു സന്തോഷമുണ്ട്. നല്ല മനുഷ്യരാണ് തിരുവനന്തപുരത്ത്, അല്ലയോ? മധ്യതാങ്കൂറുള്ള തിരുവല്ലാക്കാരായിട്ട് അവരുടെ സ്വഭാവം ഭയങ്കര മോശം. ഈ ആ ഏരിയ എന്നൊക്കെ ചിലരെ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്ത് വിട്ടേക്ക് നല്ലതാകാൻ വേണ്ടിയാണ്, നല്ലതാകാൻ വേണ്ടിയാണ്. അപ്പൊ അവിടെ ഉണ്ട് നല്ലത്, ഇവിടെ ഉണ്ട് നല്ലത്. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലത് പഠിക്കുക, നല്ലത് അനുവർത്തിക്കുക, നല്ലത് ഏറ്റെടുക്കുക, അതൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. ഞാൻ എൻ്റെ ചെറുപ്പത്തിലെ 16 വയസ്സും 9 മാസവും പ്രായമുള്ളപ്പോൾ കേരളത്തിൽ നിന്ന് യാത്ര ചെയ്ത് പോയ ഒരു മനുഷ്യൻ. എൻ്റെ കൊച്ചു ഗ്രാമത്തിൽ, നല്ല ഗ്രാമങ്ങൾ, എൻ്റെ വീടും ചുറ്റുപാടും നല്ലതായിരുന്നു. ഏറ്റവും കൂടുതൽ ക്രിസ്ത്യാനികൾ താമസിക്കുന്ന ജനസാന്ദ്രതയുള്ള, ക്രിസ്ത്യാനികളുടെ ജനസാന്ദ്രതയുള്ള ഒരു സ്ഥലമായിരുന്നു. എന്നാൽ ഞങ്ങളുടെ തൊട്ട് ഒരു സൈഡിലെ അയൽവക്കം ഒരു നായർ കുടുംബം. അവരും ഞങ്ങളുമായിട്ട് നല്ല ബന്ധമാണ്. എൻ്റെ അമ്മച്ചിയെ അവിടുത്തെ ആൾക്കാർ വിളിക്കുന്ന കൊച്ചമ്പളെ എന്നാണ്. എന്താണെന്ന് പോലും എനിക്കറിയത്തില്ല അവരുടെ ഭാഷയിൽ. ഓക്കെ, കൊച്ചമ്മ എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ അവർ വരും, ചക്ക വെട്ടും, മാങ്ങ പറിക്കും, പറങ്കി പഴം പറിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കുടുംബം പോലെ. ഞാനും ഒത്തിരി ക്ഷീണിച്ചൊക്കെ ഇരിക്കുമ്പോൾ അവരൊന്ന് കാണാമെന്ന് പറഞ്ഞു പോകും. കൊച്ചു വീടാണ്. അവിടെ പോയി അവരുടെ എന്നാ അതിന് പറയുന്നത്, ഈ വരാന്തയിലിരുന്ന് കട്ടക്കാൻ പറ്റും. അതിപ്പം സന്ധ്യയ്ക്കാണെങ്കിലും കട്ടൻ വേണോടാ എന്ന് ചോദിക്കും. ഞാൻ പറഞ്ഞു വേണം, കൊണ്ടുപോരും, വേണം. അങ്ങനെ നല്ല ബന്ധം പുലർത്തിയ ഒരു ഒരു കുടുംബമായിരുന്നു. അതുകൊണ്ട് ഞാൻ വടക്കേ ഇന്ത്യയിൽ പോയപ്പം എനിക്ക് വലിയ അലർജി തോന്നി. അയ്യോ, അവരെന്തോ എല്ലാവരും മനുഷ്യരാണ്. നമ്മളെല്ലാവരെയും മനുഷ്യരായിട്ട് ആദ്യം കാണും. ഒരു മൂക്കുണ്ട്, ഒരു വായുണ്ട്, 2 ചെവിയുണ്ട്, അല്ലേ? 2 കൈയുണ്ട്, 2 കണ്ണുണ്ട്, 2 കാലുണ്ട്. ഈ 5 വിരലില്ലാത്തവരുണ്ടെങ്കിലേ നമ്മളൊന്ന് സൂക്ഷിച്ച് നോക്കത്തുള്ളൂ. എന്തോ പറ്റിയിട പോയി, മുറിഞ്ഞു പോയതാണോ, അപകടം ഉണ്ടായിരുന്നോ, ജന്മനാലേ ഇല്ലാത്തതാണോ? ചിലർക്ക് മുക്കാലിടമുണ്ട്, ഇവിടെ ഇങ്ങനെ വളഞ്ഞിരിക്കും, അല്ലേ?